വലിയ ദൈവത്തിൻ്റെ അതിവശനാമമായിട്ട് പെരുമാറട്ടെ. ആരോഗ്യബന്ധത്തിൽ നല്ല ചിന്തകൾ നാം കേൾക്കുകയാണ്. തുടർന്ന് ആരോഗ്യബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഫറവോന്റെ പുത്രി അവളോട്, ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവനെ മോശ എന്ന് നേരിട്ടു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മോശയുടെ ഒരു ജനനമായിട്ട് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണിടയാകുന്നുണ്ട്. എന്നാൽ ആരോഗ്യബന്ധത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് 10-ാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു അവൾ അവനെ മോശ എന്ന് പേരിട്ടു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. മോശ എന്ന വാക്കിന്റെ ജനനം, മോശ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വലിച്ചെടുക്കപ്പെട്ടവൻ എന്നാണ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു മോശയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണിയാക്കുന്നത്. മിസ്രൈമിൽ വസിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം കൊന്നുകളയണമെന്നുള്ള ആ ഫറവോന്റെ കൊന്നുകളയുവാൻ, മാത്രമല്ല അങ്ങനെ കൊന്നുകളയുവാൻ പറ്റാത്തവരെ എല്ലാം നദിയിൽ എറിഞ്ഞു കളയണമെന്നുള്ള ആ ഫറവോന്റെ ആ ക്രൂരമായ ആ കൽപ്പന നിലനിൽക്കുന്ന മധ്യത്തിലാണ് മോശയുടെ ജനനം നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാക്കുന്നത്. ആ സമയത്താണ് മോശയുടെ ജനനം. ഫറവോന്റെ കൽപ്പനയെ പറഞ്ഞ് അത് സാധ്യമല്ലാതെ ആയപ്പോൾ ആ കുട്ടിയെ നൈൽ നദിയുടെ ആ അടിയിൽ കുട്ടിയെ കൊണ്ടുപോയി കൊന്നുകളയാൻ മനസ്സില്ലാതെ ആ നൈൽ നദിയുടെ അടിയിൽ കൊണ്ടുപോയി ഒരു പേടകമുണ്ടാക്കി അതിൻ്റെ അകത്ത് കെടുത്തുവാൻ തക്കവണ്ണം അവർ ഇടയാക്കി. നോക്കുക, കൊന്നുകളയാൻ എന്നുള്ള കൽപ്പനയെ ഭയന്ന് കുഞ്ഞിന് 3 മാസക്കാലം മാതാവ് വളർത്തി. എന്നാൽ അതിൽ നിന്ന് പറ്റാതെയപ്പോൾ പേടകമുണ്ടാക്കി നെൽനദികളെ കൊണ്ടുവച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം മോശയെ കുറിച്ച് ഞാനിങ്ങനെ പറയട്ടെ. ജീവിക്കുവാൻ അർഹതയില്ലാത്ത മോശയെ ദൈവം അത്ഭുതകരമായി രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയാക്കി. ആ ഫറവോന്റെ പുത്രിയുടെ സംരക്ഷണത്തിൽ തന്നെ തന്റെ സ്വന്തം മകനെ മുളകൊടുത്ത് സ്വന്തം മാതാപിതാവിനെ ആ മകനെ വളർത്തുവാൻ തക്കവണ്ണം, മാത്രമല്ല ഞാനിങ്ങനെ പറയട്ടെ, രാജാവിന്റെ കൊട്ടാരത്തിൽ വളരുവാൻ തക്കവണ്ണം അവിടെ ആരെയും അതിശയിക്കുന്ന നിലയിലാണ് മോശ വളരുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കിയത്. കഴുത്തിലിട്ട് കളയേണ്ട മോശ, കൊന്നുകളയേണ്ട മോശ, അവിടെ നിന്ന് ദൈവനെ അത്ഭുതകരമായി രക്ഷിപ്പാൻ തക്കവണ്ണം. ആ മോശയാണ് മിസ്രൈമിൽ അടിമയായിരുന്ന ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കിയത്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത മോശ. സങ്കീർത്തന പുസ്തകം സങ്കീർത്തനം 18-16 നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേലായ ദാവീദ് പറയുന്ന വാക്കുകൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. നോക്കുക, മോശയെ ദൈവവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഇസ്രായേൽ രാജാവ് ദാവീദിനെയും പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം. പെരുവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യായവിധിയുടെ ചിത്രമാണ്. അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുവാൻ ഒരു നിലയിലും സാധ്യമല്ല. എന്നാൽ ദൈവം തന്റെ ആർദ്ര കരുണയാലും ദയാലുവിലും ദാവീദിനെയും വലിയ ദൈവം പെരുവെള്ളത്തിൽ നിന്ന് കരകയറ്റുവാൻ തക്കവണ്ണം. നമ്മെയും ആ ദൈവം ന്യായവിധിയിൽ നിന്ന് നമ്മെ കരകയറ്റുവാൻ പ്രസാദിച്ചു. മാത്രമല്ല, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും യോഗ്യയില്ലാതെ വണ്ണം പാളയത്തെ പുറത്ത് അശുദ്ധരായി കിടന്ന നമ്മെ, നാശകരമായ കുഴിയിലും കുഞ്ഞച്ചേറ്റിലും കിടന്നവരെ നമ്മെ, മാത്രമല്ല ഞാൻ ഇങ്ങനെ പറയട്ടെ, 10-ാം തലമുറയ്ക്ക് പോലും കടന്നു വരുവാൻ ഇടയില്ലാതെ മറ്റൊരു വ്യക്തി പറഞ്ഞ മാത്രം അറിയാം, ചത്താനായ പോലിരിക്കുന്ന അവനെയും കർത്താവ് രക്ഷിപ്പാൻ തക്കവണ്ണം. നമ്മെയും കർത്താവ് വീണ്ടെടുത്തു, അവിടുത്തെ മക്കളാക്കി തീർപ്പാൻ തക്കവണ്ണം. യെശയ്യാവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. അവനെ കണ്ടാൽ, കർത്താവിനെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ്, അവന്റെ രൂപം കണ്ടാൽ മനുഷ്യനെന്ന് തോന്നുമാറ് വികൃതമായ രൂപത്തെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മെ വീണ്ടെടുത്ത, മോശയെ വീണ്ടെടുത്ത, പെരുവെള്ളത്തിൽ നിന്ന് ദാവീദിനെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ വേദനകളും നമുക്ക് ഓർക്കാം.
ബദലേം മുതൽ കുരിശിനോളം കുരിശ് ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് കടന്നുപോയ കാഴ്ച, കുരിശും നിജ തോളിലേന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് അനുഭവിച്ച വേദനകൾ, ആ വേദനകൾ ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാം. ആ വലിയനായ ദൈവത്തിന്റെ ആ മഹിമയ ആ വലിയനായ ദൈവത്തിനെ ഓർക്കുമ്പോൾ ആ കരങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. ആ കരങ്ങളാണ് നിത്യജീവന്റെ ഓഹരിക്കാരനാക്കി തീർക്കുവാൻ അവിടെയാക്കി. ഞാൻ ഇങ്ങനെ ഒരു വാക്കിനെ പറയട്ടെ, അർഹതയില്ലാത്ത അനേക സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. സ്വർഗത്തിൽ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്ക് അവകാശേകി അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ പരിശുദ്ധാത്മാൻ മുദ്രയിട്ട് സകല വിജയം കഴിയുന്ന ദൈവസമാധാനം നൽകി തന്ന ആ സർവകൃപാലുവായ ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് മഹത്വപ്പെടുത്താം.